പലസ്തീൻ വിമോചനത്തിനായി ലോകത്തോട് ആഹ്വാനം ചെയ്ത നെൽസൺ മണ്ടേലയുടെ കൊച്ചുമകൻ എൻകോസി മണ്ടേല ഈ വർഷം നടക്കാനിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ നിന്നും ഇസ്രായേലിനെ വിലക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാരീസിൽ RT ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ലോകമെമ്പാടുമുള്ള ആളുകളോടും ഐക്യദാർഢ്യ സമിതികളോടും മറ്റ് സംഘടനകളോടും വർണ്ണവിവേചനം കാണിക്കുന്ന ഇസ്രായേലിനെതിരെ രംഗത്ത് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഇന്നിതാ പാരീസിലെത്തിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങളോടും സോളിഡാരിറ്റി മൂവ്മെന്റുകളോടും മറ്റ് സംഘടനകളോടും ഇസ്രായേലിനെ ഒളിമ്പിക്സിൽ നിന്നും വിലക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അദ്ദേഹം പറഞ്ഞു. ജൂലൈ 26 നടക്കാനിരിക്കുന്ന ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിന് മുന്നിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടായിരുന്ന അത്ലീറ്റുകളും പരിശീലകരും സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും അടക്കം 400ഓളം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും മണ്ടേല ചൂണ്ടിക്കാട്ടി. പലസ്തീനിലെ കായിക മേഖലയെ ഒന്നാകെ തച്ചുനിരത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഒളിമ്പിക്സിൽ സയനിസ്റ്റ് കൊള്ളക്കാർ പങ്കെടുക്കുന്നത് തടയാൻ ഞങ്ങൾ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയാണ്. അവരുടെ കൂട്ടത്തിലെ 30 അത്ലീറ്റുകൾ IDFൽ സേവനമനുഷ്ഠിക്കുകയും വംശഹത്യ, വംശീയ ഉന്മൂലനം, യുദ്ധക്കുറ്റങ്ങൾ എന്നിവയിൽ പങ്കാളികളാകുകയും ചെയ്തിട്ടുണ്ട്. ഈ കാരണത്താൽ അവരെ വിലക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്, അദ്ദേഹം പറഞ്ഞു. പലസ്തീന്റെ വിമോചനത്തിനായി ഹൂതികൾക്ക് പിന്തുണയും അദ്ദേഹം അറിയിച്ചു. ഗാസയിലെയും അധിനിവേശ പലസ്തീനിലെയും നമ്മുടെ സഹോദരങ്ങളെ മോചിപ്പിക്കുന്നതിനായി ഹൂതികൾ പോരാട്ടം ശക്തമാക്കണം, എൻകോസി മണ്ടേല പ്രസ്താവിച്ചു. 1997 ഗാസ സന്ദർശനത്തിനിടയിൽ നെൽസൺ മണ്ടേലയും പലസ്തീന്റെ വിമോചനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. പലസ്തീന്റെ വിമോചനം സാധ്യമാകാതെ ആഫ്രിക്കക്കാരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാകില്ല എന്നാണ് നെൽസൺ മണ്ടേല പറഞ്ഞത്. അതേസമയം ഒഴിഞ്ഞുപോകാനുള്ള മുന്നറിയിപ്പ് നൽകി നിമിഷങ്ങൾക്കകം തെക്കൻ ഗാസയിലെ ഖാൻ യൂനീസിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ കനത്ത ആക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളുമടക്കം 70 പേർ കൊല്ലപ്പെട്ടു. 200-ലധികം പേർക്ക് പരിക്കേറ്റു. സുരക്ഷിത മേഖലയെന്ന് പറഞ്ഞിരുന്ന ബാനി സുഹൈല പട്ടണത്തിലടക്കം ഇസ്രായേൽ ടാങ്കുകൾ കനത്ത ഷെല്ലാക്രമണവും ബോംബിംഗുമാണ് നടത്തിയത്. ചൊവ്വാഴ്ച പുലർച്ചെ ഖാൻ യൂനീസിലെ കിഴക്കൻ പ്രദേശങ്ങളിൽ താമസിക്കുന്ന പലസ്തീനികളെ ഉടൻ തന്നെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടിരുന്നു. ഇസ്രായേൽ ബോംബാക്രമണത്തിനിടയിൽ താമസക്കാർ കാൽനടയായും വണ്ടികളിലും പലായനം ചെയ്യുന്നത് കണ്ടതായി ഔദ്യോഗിക പലസ്തീൻ വാർത്താ ഏജൻസി വഫ റിപ്പോർട്ട് ചെയ്തു. നഗരത്തിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സ് രക്ത യൂണിറ്റുകളുടെ കടുത്ത ക്ഷാമത്തിനിടയിൽ പരിക്കേറ്റവർക്കായി അടിയന്തരമായി രക്തം ദാനം ചെയ്യാൻ താമസക്കാരോട് ആഹ്വാനം ചെയ്തു. ഖാൻ യൂനീസിന് തൊട്ടടുത്ത ദെയർ ബല പട്ടണത്തിൽ ബോംബാക്രമണങ്ങളിൽ ഒരു മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം 153ആയി. ഖാൻ യൂനീസിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ സൈന്യം നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ 4 ലക്ഷത്തോളം പലസ്തീൻകാരുണ്ട്. ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യത്തിന് നേരെ റോക്കറ്റ് ആക്രമണമുണ്ടായിരുന്നു. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 39,006ആയി. 2 ആഴ്ച മുൻപ് ഖാൻ യൂനീസിന് സമീപമുള്ള അൽമവാസി പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം 90 പലസ്തീനികളെ കൊല്ലുകയും 300 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.